ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വെൽഡിങ്ങിലെ സേഫ്റ്റി ഡിവൈസസ് ആൻഡ് ആക്സസറീസ് എന്ന ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ലെതർ ഏപ്രണിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ ആദ്യം ഒരു ചിത്രം കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വെൽഡർ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള സേഫ്റ്റി ഡിവൈസുകളെ പറ്റിയിട്ടുള്ള ഒരു ചിത്രം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന പല സേഫ്റ്റി ഡിവൈസുകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റത്തെ ആൾ ലെതർ ഗ്ലൗസ് ആണ്. ലെതറിൻ്റെ ഗ്ലൗസ് ആണ്. നമുക്ക് നോക്കാം. വെൽഡിംഗ് ഗ്ലൗസ് ആർ വെരി തിക്ക് ആൻഡ് ലോങ് കഫ്. എന്താണ് പറയുന്നത്? വെൽഡിംഗ് ഗ്ലൗസ് എന്ന് പറയുന്നത് വളരെ തിക്കായിരിക്കും, വളരെ കട്ടി കൂടിയതായിരിക്കും എന്നാണ് പറയുന്നത്. വെരി തിക്ക് എന്ന് പറഞ്ഞാൽ വെൽഡിങ്ങിൻ്റെ ഗ്ലൗസ് വളരെ കട്ടി കൂടിയായിരിക്കും. കാരണം എന്താണ്? വെൽഡിങ് നടക്കുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ആ ഹീറ്റിൽ നിന്നും നമ്മുടെ കയ്യിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ തിക്കായിട്ടുള്ള ഗ്ലൗസ് തന്നെ നമുക്ക് ആവശ്യമാണ്. തിന്നായിട്ടുള്ള ഗ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ ആ ഹീറ്റ് നമ്മുടെ ഗ്ലൗസിലൂടെ ഉള്ളിലേക്ക് കടന്ന് നമ്മുടെ കയ്യിന് പരിക്കുകൾ പറ്റാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നല്ല കട്ടി കൂടിയിട്ടുള്ള ലെതർ ഗ്ലൗസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെൽഡിങ് നടക്കുന്ന അവസരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, വെൽഡിങ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പാറ്റർ, ആ ചെതറിത്തെറിക്കുന്ന ആ ഒരു കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വന്ന് വീണ് കഴിഞ്ഞാലും നമുക്ക് ചെറിയ രീതിയിൽ പൊള്ളലേൽക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കട്ടി കൂടിയിട്ടുള്ള, തിക്നെസ് കൂടിയിട്ടുള്ള ലെതറിൻ്റെ ഗ്ലൗസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് ലെങ്ത്തും കൂടുതലായിരിക്കും. നമ്മുടെ കയ്യിൻ്റെ കുറച്ചും കൂടി ലെങ്ത്ത് കൂടുതലായിരിക്കും വെൽഡിങ്ങിൻ്റെ ഗ്ലൗസിന്. അടുത്ത പോയിന്റ് നോക്കാം. ദേ ആർ പാഡഡ് ഓൺ ദ ഇൻസൈഡ് ടു പ്രൊട്ടക്റ്റ് ദ യൂസർ അഗെയിൻസ്റ്റ് ഹീറ്റ് ജനറേറ്റഡ്. എന്താ പറയുന്നത്? ഈ വെൽഡിംഗ് ഗ്ലൗസ് പാഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, പാഡഡ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് എവിടെയാണ് പാഡ് ചെയ്തിട്ടുള്ളത്? ഇൻസൈഡ്, അതിൻ്റെ ഉള്ളിൽ പാഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു കോട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ കോട്ടിങ് എന്തിനാണ് കൊടുക്കണമെന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റ് ദ യൂസർ എഗെയിൻസ്റ്റ് ഹീറ്റ് ജനറേറ്റഡ്. വെൽഡിങ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ്, ആ വളരെ കൂടിയ ഹീറ്റ് നമ്മുടെ കയ്യിൻ്റെ ഉള്ളിലേക്ക്, ഗ്ലൗസിലൂടെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നുള്ളത്, നല്ലൊരു ഹെവി കോട്ടിങ് ഉള്ളിൽ കൊടുക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ വെൽഡിങ് ഫ്ലക്സ്, ബേണായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഹീറ്റായിരിക്കും. അത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പരിക്ക് പറ്റും. അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെൽഡിംഗ് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വളരെ തിന്നർ ഗ്ലൗസ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ തീ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനും കൈകൾക്ക് പരിക്ക് ഏൽക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നോക്കാം. ഇവ നോക്കാം. ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഒരു ലെതറിൻ്റെ ഗ്ലൗസാണ്. നമ്മൾ വെൽഡിംഗ് ഒക്കെ ചെയ്യുന്ന അവസരങ്ങളിൽ ഉപയോഗിക്കുന്ന 2 ഗ്ലൗസാണ് കൊടുത്തിട്ടുള്ളത്. 2 ഗ്ലൗസുകളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ലെതറിൻ്റെ ഗ്ലൗസ്. നമുക്ക് ആ ചിത്രം നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല കട്ടിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തിക്കായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഗ്ലൗസ് നിർമ്മിച്ചിട്ടുള്ളത്. തിക്ക് ലെതറിൻ്റെ ഗ്ലൗസാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ കയ്യിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അത്രയും തിക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു. നമുക്ക് നോക്കാം. ഇപ്പോൾ സ്ലൈഡിൽ കാണുന്ന 2 ചിത്രം, ഇതാണ് നിങ്ങൾ ഗ്ലൗസ് എന്നുള്ള നോട്ട് എഴുതിയതിന് ശേഷം നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കേണ്ട ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഹാൻഡ് ഗ്ലൗസ്. അതിൽ ലെഫ്റ്റും റൈറ്റും നിങ്ങൾ വരയ്ക്കണം, ഒന്ന് മാത്രം വരയ്ക്കരുത്. 2 ചിത്രങ്ങളും വരയ്ക്കാനുള്ളതാണ്. ഇതാണ് നമ്മുടെ ലെതർ ഹാൻഡ് ഗ്ലൗസ്. വെൽഡിങ് ചെയ്യുന്ന അവസരങ്ങളിൽ ഉപയോഗിക്കുന്ന ഹാൻഡ് ഗ്ലൗസിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ബോത്ത് വെൽഡേഴ്സ് ആൻഡ് കട്ടേഴ്സ് റിക്വയർ പ്രൊട്ടക്റ്റീവ് ഫ്ലെയിം റെസിസ്റ്റൻറ്റ് ഗ്ലൗസ് ദാറ്റ് പ്രൊവൈഡ് എക്സലൻറ്റ് ഹീറ്റ് റെസിസ്റ്റൻസ്. എന്താണ് പറയുന്നത്? ബോത്ത് വെൽഡേഴ്സ് ആൻഡ് കട്ടേഴ്സ്, വെൽഡർമാരും അതുപോലെ തന്നെ കട്ടിങ് ചെയ്യുന്ന ആൾ, വെൽഡിങ് കട്ട് ചെയ്യുന്ന ആൾക്കാരും എന്താണ്, പ്രൊട്ടക്റ്റീവ് ഫ്ലെയിം റെസിസ്റ്റൻറ്റ് ഗ്ലൗസ് തന്നെ യൂസ് ചെയ്യണം. പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഫ്ലെയിമിനെ പ്രതിരോധിക്കുന്ന ഗ്ലൗസാണ് ഉപയോഗിക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സലൻറ്റ് ഹീറ്റ് റെസിസ്റ്റൻറ്റ്, ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്ലെയിം റെസിസ്റ്റൻസ് ഗ്ലൗസ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അതിൽ 2ാമത്തെ പോയിന്റ് നോക്കാം. എ വെൽഡിംഗ് ഗ്ലൗസ് മെറ്റീരിയൽ മസ്റ്റ് പ്രൊവൈഡ് മോർ ദാൻ ജസ്റ്റ് ദ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ഫ്രം കട്ട്സ്, ഫ്ലെയിംസ്, ഹീറ്റ് ആൻഡ് സ്പാർക്സ്. എന്നാണ് പറയുന്നത്? വെൽഡിംഗ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കട്ട് ചെയ്യാനും അതുപോലെ സ്പാർക്ക് ഉണ്ടാകുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലൗസിനെക്കാളും
കൂടുതൽ പ്രൊട്ടക്റ്റീവും അതുപോലെ കൂടുതൽ സ്റ്റാൻഡേർഡുമായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഗ്ലൗസ് വേണം എന്ത് ചെയ്യാൻ, വെൽഡിങ് ചെയ്യുന്ന അവസരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാൻ. കാരണം നമ്മുടെ പ്രൊട്ടക്ഷൻ അത്യാവശ്യമാണ്. കാരണം ഹീറ്റ്, വെൽഡിങ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായതിനാലാണ് ഇത് പറയുന്നത്. നമുക്ക് നോക്കാം അടുത്ത പോയിന്റ്. എ കോമൺ റീസൺ വെൽഡേഴ്സ് ടേക്ക് ദെയർ ഗ്ലൗസ് ഓഫ് ഈസ് ഡ്യൂ ടു ഡിസ്കംഫോർട്ട്. മെനി ഓഫ് അവർ ന്യൂ വെൽഡിംഗ് ഗ്ലൗ എൻഹാൻസ്മെൻറ്റ് അഡ്രസ് ദിസ് കൺസേൺ. എന്താണ് ഈ പോയിന്റിൽ പറയുന്നത്? ഒരുപാട് വ്യക്തികൾ ഈ വെൽഡിങ്ങിൻ്റെ ഗ്ലൗസ് ഒരു ഡിസ്കംഫർട്ട്, അത് ധരിക്കുമ്പോൾ ഒരു കയ്യിനൊരു കംഫർട്ട് ഇല്ലായ്മ, വെൽഡ് ചെയ്യുന്ന അവസരത്തിൽ ഒരു കംഫർട്ട് ഇല്ലായ്മ തോന്നും. അത് കാരണമാണ് പല ആൾക്കാരും എന്ത് ചെയ്യുന്നത്, ഈ ഗ്ലൗസ് ഊരി മാറ്റിയിട്ട് ഗ്ലൗസ് ഒന്നും ഇല്ലാതെ വെൽഡ് ചെയ്യുന്നത്. അത് വളരെയധികം അപകടങ്ങൾ ഉണ്ടാക്കും, അതെല്ലാവർക്കും അറിയുന്ന കാര്യം. പക്ഷേ പല ആൾക്കാരും എന്താണ്, കംഫർട്ട് നോക്കിയിട്ട്, ആ വർക്ക് ചെയ്യാനുള്ള ഒരു കംഫർട്ട് നോക്കിയിട്ട് ഈ ഗ്ലൗസ് ഊരി മാറ്റുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഒരുപാട് ആക്സിഡൻറ്റുകളിലേക്ക് എത്തിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ വളരെയധികം കംഫോർട്ടായിട്ടുള്ള ഗ്ലൗസുകൾ ഇറങ്ങുന്നുണ്ട്. അതായത് യൂസ് ചെയ്യുന്ന ആൾക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്ലൗസുകളാണ് ഇപ്പോൾ നിരത്തിലിറങ്ങുന്നത്. കാരണം സേഫ്റ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ കാരണമാണ് ഇത്തരം ഗ്ലൗസുകൾ പുതുതായിട്ട് ഇറങ്ങുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ വെൽഡിങ് ചെയ്യാന്നുണ്ടെങ്കിൽ വെൽഡിങ്ങിൽ ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ 1000 ഡിഗ്രി 2000 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിരിക്കും. അത് നമ്മുടെ കയ്യിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും ഉണ്ടാക്കുന്ന പരിക്ക് എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിലുള്ളതായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് വിചാരിച്ചു കഴിഞ്ഞാലും സേഫ്റ്റി ഡിവൈസുകൾ ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് വേറൊരു സേഫ്റ്റി ഡിവൈസാണ്, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ട്. നമ്മൾ വർക്ക്ഷോപ്പുകളിലൊക്കെ നോർമലി സാധാ ചെരുപ്പ് യൂസ് ചെയ്തിട്ടല്ല കയറൽ. അവിടെ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ടുകളാണ് നമ്മുടെ കാലിനെ കൃത്യമായിട്ടുള്ള സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഷോക്കുകളിൽ നിന്നെല്ലാം ഷോക്ക് ഏൽക്കാതെയൊക്കെ രക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലെ പോയിന്റുകൾ നോക്കാം. ഇത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ട് ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് സ്ലിപ്പിംഗ് ഇഞ്ചുറി ടു ദ ടോസ് ആൻഡ് ആംഗിൾ ഓഫ് ദ ഫുട്ട്. എന്താണ് പറയുന്നത്? ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ സ്ലിപ്പാവുന്ന ഈ കാര്യങ്ങൾ ഒഴിവാക്കാൻ. സാധാ ഒരു ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ഓയിലും ഗ്രീസും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ ഒരു ചെരുപ്പിട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലിപ്പായി വീഴാനും അത് വലിയൊരു അപകടങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം വലിയ മെഷീനറികളെല്ലാം ഉള്ളൊരു വർക്ക്ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പ് ചെയ്തിട്ട് ആ മെഷീനിലേക്ക് വീഴുകയോ അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രോപ്പർ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സേഫ്റ്റി ഷൂ തന്നെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ സ്ലിപ്പിംഗ് വഴി ഉണ്ടാകുന്ന ഇഞ്ചുറീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സേഫ്റ്റി ബൂട്ട് ധരിക്കുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അടുത്തൊരു പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് ആൾസോ പ്രൊട്ടക്റ്റ് ദ വെൽഡർ ഫ്രം ദ ഇലക്ട്രിക് ഷോക്ക്. എന്താണ് പറയുന്നത്? ഈ സേഫ്റ്റി ബൂട്ട് എന്ന് പറയുന്നത് വെൽഡറിന് എന്ത് ചെയ്യും? ഷോക്ക് ഏൽക്കുന്നത്, ഇലക്ട്രിക് ഷോക്ക്. ഇപ്പോൾ ആർക്ക് വെൽഡിംഗ് ഒക്കെ നമുക്കറിയാം, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് ആർക്ക് വെൽഡിംഗ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ആ ഇലക്ട്രിക് ഷോക്കിൽ നിന്നും ഒരു വെൽഡ് ചെയ്യുന്ന വ്യക്തിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഹായിക്കുന്ന ഒരു ഡിവൈസാണ് ഇത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി മെയ്ഡ് ഓഫ് ഷോക്ക് റെസിസ്റ്റൻറ്റ് മെറ്റീരിയലാണ്. ഷോക്കിനെ പ്രതിരോധിക്കുന്ന, ഇലക്ട്രിക് ഷോക്കിനെ പ്രതിരോധിക്കുന്ന മെറ്റീരിയൽ കൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്? ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ട് ഉണ്ടാക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. മെയ്ഡ് ഓഫ് ഷോക്ക് റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽ. പിന്നെ ഇവിടെ ബിൽഡർ അല്ല, വെൽഡർ എന്നാണ് വരിക കേട്ടോ. It is also protect the welder from the electric shock as the sole of the shoe is specially made of shock resistant material. Shock resistant material കൊണ്ടാണ് എന്ത് ഉണ്ടാക്കുന്നത്? ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങൾ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ് ഒരു ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ടിന് എക്സാമ്പിൾ. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സാധാ നമ്മളെ നോർമൽ ഷൂവിനേക്കാളും അല്ലെങ്കിൽ നോർമൽ ചെരുപ്പിനേക്കാളും ഒരുപാട് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഡിവൈസാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എക്സാമ്പിൾ വൈ സേഫ്റ്റി ഷൂസ് ആർ യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് സേഫ്റ്റി ഷൂസ്, ഏതൊക്കെ അവസരങ്ങളാണ് സേഫ്റ്റി ഷൂ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നോക്കാം. ഫാളിങ് ആൻഡ് റോളിങ് ഒബ്ജക്റ്റ്, അതായത് എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് വീഴുകയാണ്, നമ്മുടെ കാലിലേക്ക് വീഴുകയാണ്. അപ്പോൾ നോർമൽ ചപ്പലാണ് അല്ലെങ്കിൽ നോർമൽ ചെരുപ്പാണ് നമ്മൾ യൂസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ കാലിനത് വളരെയധികം പരിക്കുണ്ടാവും. ചിലപ്പോൾ എല്ലുകളൊക്കെ പൊട്ടാനുള്ള സാധ്യത വരെ ഉണ്ട്. അപ്പോൾ സേഫ്റ്റി ഷൂ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോ ഭാഗത്ത്, അതിൻ്റെ എൻഡ് ഭാഗത്ത് ഒരു
മെറ്റലിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുണ്ടാകും. അത് കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കാലിൻ്റെ ടോനെ ഇതെന്ത് ചെയ്യും, മുറിവുണ്ടാകുന്നതിൽ നിന്നും ഒക്കെ ചതവുണ്ടാകുന്നതൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു മേലെന്ന് വീഴുന്നതോ അല്ലെങ്കിൽ ഉരുണ്ട് വരുന്നൊരു ഒബ്ജക്റ്റ് നമ്മുടെ കാലിൽ തട്ടിക്കഴിഞ്ഞാലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരിക്കുകൾ പറ്റില്ല. അതുപോലെ കട്ട് ആൻഡ് പങ്ക്ചേഴ്സ്, ആണി പോലുള്ള കാര്യങ്ങൾ, ആണിയും കാര്യങ്ങളൊന്നും നമ്മുടെ കാലിൽ എന്ത് ചെയ്യില്ല, സേഫ്റ്റി ബൂട്ട് ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ കയറില്ല. കെമിക്കൽ, നമ്മുടെ ചില ആൾക്കാർക്ക് അലർജിയും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നോർമൽ ചെരുപ്പാണ് യൂസ് ചെയ്താൽ നമ്മുടെ കാലിലേക്ക് അലർജിയുള്ള കെമിക്കൽസൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അലർജി ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ട് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് അതെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഷോക്ക്, ആ ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോക്ക് റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം ഇലക്ട്രിക് ഷോക്കിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കും. എക്സ്ട്രീം കോൾഡ്, വളരെയധികം തണുപ്പുള്ള അവസരങ്ങളിൽ ചില രാജ്യങ്ങളിലും ചില സ്ഥലങ്ങളിലും വളരെയധികം തണുപ്പ് കൂടുതലായിരിക്കും. അത്തരം തണുപ്പുള്ള അവസരങ്ങളിൽ നമ്മൾ നോർമൽ ചെരുപ്പോ കാര്യങ്ങളോ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കാല് വഴി തണുപ്പ് പെട്ടെന്ന് ശരീരത്തിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് പല അസുഖങ്ങൾക്കും കാരണമാവും. അപ്പോൾ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തണുപ്പ് നമ്മുടെ കാലിലേക്ക് കയറില്ല. അതുപോലെ സ്ലിപ്പ് ആവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. പിന്നെ സ്ലിപ്പറി ആയിട്ടുള്ളതും ഓയിലി ആയിട്ടുള്ള സ്ഥലത്തൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് നടക്കാൻ സാധിക്കും. അവിടെ ഗ്രിപ്പ്, നല്ല രീതിയിൽ ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി ബൂട്ടിൻ്റെ ഒരു ഡയഗ്രാം പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം നമ്മുടെ ആംഗിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ ഒരു എക്സ്ട്രാ കോട്ടിങ്ങും കുറച്ച് കട്ടിയിലും തിക്കായിട്ടും കൊടുത്തത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കാലിൻ്റെ ആംഗിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഭാഗം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഹീല്, ഈ ഹീൽ എന്ന ഭാഗം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ഹീല് സ്ലിപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ, നമ്മൾ വഴുക്കി പോകുന്നതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഗ്രിപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടോ പ്രൊട്ടക്ഷൻ എന്നുള്ള ഈ ഒരു ഭാഗം കാണാൻ പറ്റും. ഇത് ഷോക്ക് റെസിസ്റ്റൻ്റ് ആണ്. ഷോക്ക് റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോക്കൊന്നും ഏൽക്കില്ല ഈ ഒരു ഭാഗം. പിന്നെ അതുപോലെ പ്രൊട്ടക്റ്റീവാണ്. ആ പ്രൊട്ടക്റ്റീവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മുടെ കാലിൽ വീഴുകയോ അല്ലെങ്കിൽ ഉരുണ്ട് വന്ന് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വന്ന് ഇടിക്കുക എന്തോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലിന് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഭാഗമാണിത്. അതുപോലെ തന്നെ ഫൂട്ടിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ടാവും. ഇതാണെന്ത്, ഒരു സേഫ്റ്റി ഷൂവിൻ്റെ ഒരുപാട് ഭാഗങ്ങളും അത് തരുന്ന പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ചിത്രമാണ് സ്ലൈഡിൽ കാണുന്നത്. ഇപ്പോൾ സ്ലൈഡിൽ കാണുന്ന ഈ ചിത്രമാണ് നിങ്ങൾ സേഫ്റ്റി ഷൂ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സേഫ്റ്റി ബൂട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഇതിൽ 2 ചിത്രം കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് കാണുന്ന ഷൂ ആണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഷൂ. രണ്ടാമതുള്ളത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ടാണ്. ആദ്യം കാണിച്ചിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഷൂ ആണ്. രണ്ടാമത് കാണിച്ചിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ടാണ്. ഇതെന്താ നോക്കാം. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഷൂ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹൈ സ്ലിപ്പാണ്, ഓയിൽ റെസിസ്റ്റൻ്റ് ആണ്, ആൻഡ് ഇലക്ട്രിക് ഷോക്ക് പ്രൂഫാണ്. എന്താണ്, നല്ല സ്ലിപ്പാവാനൊന്നും സാധ്യതയില്ല. അതുപോലെ ഓയിലിനെ പ്രതിരോധിക്കും, ഓയിലൊന്നും നമ്മൾ വഴുക്കി വീഴാനുള്ള സാധ്യതകളില്ല. അതുപോലെ ഷോക്ക് പ്രൂഫാണ്, ഷോക്കൊന്നും എന്ത് ചെയ്യില്ല, ഏൽക്കില്ല. ഏത്, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഷൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ടാണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഷൂവിനേക്കാളും കുറച്ചും കൂടി എന്ത് ചെയ്യും, നമുക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ഇഞ്ചുറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കാലിലേക്ക് എന്തെങ്കിലും വീഴുകയോ അല്ലെങ്കിൽ വന്ന് ഉരുണ്ട് കയറി എന്തെങ്കിലും ചെയ്താൽ പോലും നമ്മുടെ കാലിന് പരിക്കുകളൊന്നും പറ്റാതെ സംരക്ഷിക്കുന്ന ഡിവൈസാണിത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ ഒരുപാട് ടൈപ്സ് ഓഫ് സേഫ്റ്റി ഷൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്നുള്ളത്. ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റീൽ ടോ ഷൂ. സ്റ്റീൽ ടോ ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം, ഷൂവിൻ്റെ ഈ ഒരു ടോ ഭാഗത്തിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ സ്റ്റീലിൻ്റെ കോട്ടിങ് അവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ വല്ല ഹാമറോ സ്പാനറോ കാര്യങ്ങളെല്ലാം നമ്മുടെ കാലിൽ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ടോന് പരിക്കുകളൊന്നും പറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സ്റ്റീലിൻ്റെ ഒരു കോട്ടിങ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫയർ ഫൈറ്റിംഗ് ബൂട്ട് കാണാൻ പറ്റും. ഈ ഫയർ ഫോഴ്സിലുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഫയർ ഫൈറ്റിംഗ് ബൂട്ട്. അതുപോലെ തന്നെ റെസ്പിറക്സ് ഡൈ ഇലക്ട്രിക് ബൂട്ട്, ഷോക്ക് എന്നൊക്കെ സംരക്ഷിക്കുന്നൊരു ബൂട്ട് കൊടുത്തിട്ടുണ്ട്. ഹാഫ് ഗം ബൂട്ട്, അതുപോലെ ഫുൾ ഗം ബൂട്ട്, അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ബൂട്ടുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സ്റ്റീൽ ടോസ് ബൂട്ടും അതുപോലെ തന്നെ ഈ ഫയർ ഫൈറ്റിംഗ് ബൂട്ടെല്ലാം. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഗ്ലൗസിനെ കുറിച്ചായിരുന്നു, ലെതർ ഗ്ലൗസിനെ കുറിച്ചിട്ടും പിന്നെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. വെൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സേഫ്റ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹീറ്റിൻ്റെ കാര്യമാണ്.
വളരെയധികം അപകട സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സേഫ്റ്റി ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലെതർ ഏപ്രണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ ലെതർ ഗ്ലൗസും അതുപോലെ ഇൻഡസ്ട്രിയൽ ബൂട്ടും വളരെയധികം പ്രധാനപ്പെട്ടതും സേഫ്റ്റി നൽകുന്നതുമായിട്ടുള്ള ഡിവൈസുകളാണ്.